സുനാമി ദിനാചരണവും സ്മൃതിനിധി സഹായധനം കൈമാറലും നടത്തി. അഴീക്കൽ സ്കൂളിൽ നിന്നും അഴീക്കൽ സുനാമി സ്മൃതി മണ്ഡപത്തിലേക്ക് അനുസ്മരണ യാത്ര സംഘടിപ്പിച്ചു. സ്കൂൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ തനത് ജീവകാരുണ്യ പദ്ധതിയായ സ്മൃതിനിധിയിൽ ലഭിച്ച തുക അസുഖത്താൽ ബുദ്ധിമുട്ടുന്ന 2 കുടുംബങ്ങൾക്ക് കൈമാറി. സുനാമി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരവർപ്പിച്ച വിവിധ പരിപാടികൾ അഴീക്കൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്നും അഴീക്കൽ സുനാമി സ്മൃതി മണ്ഡപത്തിലേക്ക് അനുസ്മരണ യാത്രയും നടത്തി. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. തുടർന്ന് സ്കൂളിൽ സ്ഥാപിച്ച സുനാമി സ്മൃതി മണ്ഡപത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വരുൺ ആലപ്പാട് ദീപം തെളിയിച്ചു. പഞ്ചായത്ത് അംഗം സുജിത്ത്, PTA വൈസ് പ്രസിഡന്റ് മോഹൻദാസ്, ബിനു, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജിക്കുട്ടൻ, റാണി, ത്യാഗിനി, മാളവിക, ബിൻസി, പ്രഥമാധ്യാപിക സ്മിത KL, വികസന സമിതി ചെയർമാൻ ദയാനന്ദൻ, ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദുരന്തത്തിൽ മരിച്ച അഴീക്കൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച 10 പെൺകുട്ടികളുടെ ഓർമ്മയ്ക്കായി 20ാം വാർഷിക ദിനത്തിൽ സ്കൂൾ ഏറ്റെടുത്ത് നടപ്പാക്കിയ തനത് ജീവകാരുണ്യ പദ്ധതിയായ സ്മൃതിനിധിയിൽ ലഭിച്ച തുക രോഗത്താൽ ബുദ്ധിമുട്ടുന്ന 2 കുടുംബങ്ങൾക്ക് കൈമാറി. 2024 സ്കൂൾ തനത് ജീവകാരുണ്യ പദ്ധതിയായ സ്മൃതിനിധിക്ക് തുടക്കം കുറിച്ചത്. 21ാം വർഷം ഇന്ന് നമ്മൾ ഈ വഞ്ചി പൊട്ടിച്ച് പൈസ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഏറ്റവും അർഹതപ്പെട്ട കൈകളിലേക്ക് ഈ പൈസ എത്തിക്കുന്നതായിരിക്കും. അടുത്ത സുനാമി വാർഷികത്തിൽ നൽകുന്നതിനായി ഇന്ന് തന്നെ ഈ പ്രവർത്തനത്തിന്റെ തുടർച്ച എന്നോണം വീണ്ടും പൈസ ശേഖരിക്കാൻ തുടങ്ങുകയാണ്. സ്മൃതിനിധി അടുത്ത വർഷത്തേക്കുള്ള ധനസമാഹരണം സ്കൂളിലെ സ്കൗട്ട് യൂണിറ്റ് ലീഡർ നിരഞ്ജൻ S. ബാബു ആദ്യ തുകയിട്ട് നിർവഹിച്ചു. കുട്ടികളുടെ പിറന്നാൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ചെലവാക്കുന്ന തുകയിൽ നിന്നും ഒരു തുക മാറ്റിവെച്ചാണ് സ്മൃതിനിധിയിൽ നിക്ഷേപിക്കുന്നത്. അർഹതപ്പെട്ടവരെ കണ്ടെത്തി എല്ലാ വർഷവും സുനാമി വാർഷിക ദിനത്തിൽ സഹായധനം കൈമാറും. പാഠപുസ്തകങ്ങളിലെ പഠനത്തോടൊപ്പം കുട്ടികളിലെ മാനസിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുക എന്ന ആശയം കൂടി ഈ പ്രവർത്തനം ലക്ഷ്യം വെക്കുന്നുണ്ട്. PTA പ്രസിഡന്റ് ലിജിമോൻ, അധ്യാപകരായ അബീദ, അനില രാജ്, മുഹമ്മദ് സലീം ഖാൻ, ദീപ M. ദാസ്, അനില, നീതു, ശ്രീലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.